ഓക്കെ, അപ്പൊ നമ്മള് ആദ്യത്തെ ലെസൺ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ കുറച്ച് ഇനിയത് 2 വർക്ക് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാവോ? ഉണ്ടോ ഷോനെ? ചെയ്തിട്ടുണ്ടോ? ഓർമ്മയുണ്ട്. ഓ, ചെയ്തോ രണ്ടുപേരും? അല്ല, എല്ലാവരും ചെയ്തിട്ടുണ്ടോ? അത് ഇല്ല. എന്ത് പറ്റി ജാസേ? കിട്ടിയില്ല. ഓക്കെ, 2 പേർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്തവരൊന്ന് സംഭവിച്ച് എത്ര പേര് ചെയ്തു നോക്കട്ടെ. ഷോൺ ഓക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആരാ? ഓ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഫസ്റ്റ് പാഠം ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. അതിന് ആദ്യത്തെ 2 വർക്ക് ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ചെയ്തവരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചെയ്തിട്ടില്ല. ഷോണും ചെയ്തില്ലേ? ഞാനുമല്ല മിസ്. ആരൊക്കെ ചെയ്തു? ശ്രീദേവ്, ഷോണ്, ഫെയ്ത്ത്? നോ മിസ്. ആൻമരിയ? മിസ് ഷോൺ ചെയ്തില്ല. ചെയ്തില്ല. ശ്രീദേവ് ചെയ്തോ മോനെ? ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. ശ്രീദേവിന് ഒരു നല്ല ക്ലാപ്പ് കൊടുത്ത്. എന്തായിക്കോട്ടെ, തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, ഒരു വർക്ക് പറഞ്ഞു ചെയ്തിട്ടുണ്ട് കൃത്യം. മിസ്സേ, ആ മിസ്സിനൊരു കാര്യം അറിയോ? ഞാനും ശ്രീദേവും കൂടെ എല്ലാ ഹോംവർക്കും ഒന്നിച്ചിരുന്ന് വിളിച്ചിട്ട് എഴുതുന്നു. ഇത് മാത്രം അവൻ എന്നോട് പറഞ്ഞില്ല, ഒന്നിച്ചെഴുതിയുമില്ല. ആണോ ശ്രീദേവേ? പക്ഷെ കുഴപ്പമില്ല, എന്നാലും ഫെയ്ത്ത് ഒറ്റക്കത് ചെയ്യേണ്ടതാണ് അല്ലേ ശ്രീദേവേ? അവർക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അല്ലേ? ഓ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പാഠം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അല്ലേ? അലനോടാണ് മിസ് പറഞ്ഞത്. ഓ, അതില് കുറച്ച് ആക്ടിവിറ്റീസ് ഉള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലേ? താഴെ കൊടുത്തിട്ടുള്ള അർത്ഥത്തിൽ പാഠഭാഗത്ത് പ്രയോഗിച്ചിട്ടുള്ള പദങ്ങൾ കണ്ടെത്തുക എന്നാണ് ഒന്നാമത് അല്ലേ? അതില് ആദ്യത്തത് എന്താ തന്നിട്ടുള്ളത്? ഓൾ ഓഫ് യു ലിസൺ, പേജ് നമ്പർ 6. അപ്പൊ പേജ് നമ്പർ 6 ആദ്യത്താണ് എന്ത്? മഹാലക്ഷ്മി എന്നാണ് തന്നിട്ടുള്ളത്. എന്താണ് പാഠഭാഗത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്? മിസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് നേരം പറഞ്ഞിട്ടാണത് മഹാലക്ഷ്മി. ആര്? എന്താ ശ്രീദേവ് എഴുതിയത് മോനെ? ആദ്യത്തെ വർക്കില്ലേ, അതില് എന്താണ് പറഞ്ഞിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ള അർത്ഥത്തിൽ പാഠഭാഗത്ത് പ്രയോഗിച്ചിട്ടുള്ള പദങ്ങൾ കണ്ടെത്തുക അല്ലെ ആദ്യത്തത്. അതില് ഒന്നാമത്തത് മഹാലക്ഷ്മി, രണ്ടാമത്തത് കറുത്ത നിറം, 3 വെള്ളം, 4ാമത്തത് കാറ്റ്, 5ാമത്തത് ഗോപബാലൻ, 6 അരയന്നം, 7 കളി, 8 ജയിക്കുക. ഇത്രയും അർത്ഥങ്ങളാണ് അവിടെ മീനിങ് തന്നിട്ടുള്ളത്. ഓക്കെ, അതിന് പാഠഭാഗത്ത് നമുക്ക് തന്നിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ആർക്ക് പറയാൻ പറ്റും? മഹാലക്ഷ്മി. എന്താ ശ്രീദേവ് എഴുതിയത് മോനെ? ഓക്കെ ഓക്കെ, മഹാലക്ഷ്മി എന്ന പദത്തിന് നമ്മുടെ കവിതയില് ഒരു പദം യൂസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് എടുക്കുന്ന സമയത്ത് പലതവണ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു, എത്രത്തോളം നിങ്ങൾക്ക് ആ പാഠഭാഗം മനസ്സിലായിട്ടുണ്ട് എന്നാണ് മിസ്സിന് അറിയുന്നത്. നിങ്ങൾ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്, അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് അറിയാൻ പറ്റുന്നത്. മഹാലക്ഷ്മി ആർക്കും അറിയില്ല? പറഞ്ഞോ, അറിയുന്നവർ പറഞ്ഞു. തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, ആൻസർ അയ്യോന്നെ അറിയുന്നു. ആൻമരിയ? തായ പറഞ്ഞ അമ്മ. ഓക്കെ, അപ്പോ ഏത് അമ്മയാണ്? എങ്ങനെയാ മഹാലക്ഷ്മീന? വെറും തായ എന്നല്ല, അവിടെ എന്നാണ് കൊടുത്തിട്ടുള്ളത്? മാനിനി, അമ്മ എന്നാണ്. അറിയില്ല അല്ലെ? പാൽക്കടൽ മാനിനി എന്നാണ്. പാൽക്കടൽ മാനിനി. ആ, പാൽക്കടൽ മാനിനി എന്നാണ് മഹാലക്ഷ്മി എന്ന വാക്കിന് അവിടെ കൊടുത്തിട്ടുള്ള പദം. ഓക്കെ, ക്ലിയർ ആണോ? ആദ്യത്തെ ലൈൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പാൽക്കടൽ മാനിനി തന്നെ കണ്ണിന് പാൽക്കുഴമ്പായുള്ളോരായപ്പൈതൽ അല്ലെ? അതായത് മഹാലക്ഷ്മിയുടെ കണ്ണിന് ഇമ്പം പകരുന്ന അല്ലെ, നൽകുന്ന ശ്രീകൃഷ്ണൻ. നമ്മൾ പറഞ്ഞിട്ട് ആര്? പാൽക്കുടലായൊരു
കുഴമ്പായുള്ളോരായ പൈതൽ എന്നാ പറഞ്ഞു. അപ്പൊ ആര്? ശ്രീകൃഷ്ണൻ. പൈതൽ എന്ന് പറഞ്ഞ കുട്ടിയാണ്, ശ്രീകൃഷ്ണനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ മഹാലക്ഷ്മി, പാൽക്കടൽ മാനിനി. ഓക്കെ, അത് ക്ലിയർ ആണോ? എഴുതി വെച്ചോ കേട്ടോ. നെക്സ്റ്റ് അടുത്ത എന്താണ്? കറുത്ത നിറം. കറുത്ത നിറം എന്നതിന് ഏത് പദമാണ് യൂസ് ചെയ്തിട്ടുള്ളത്? മേജകാന്തി. മേജകാന്തി അല്ല, കറുപ്പ് നിറം. കറുത്ത നിറം എന്നുള്ളതിന് മിസ്സേ, ചീർത്തുള്ള മേഘത്തിൽ ചാർത്തു. മിസ് പാലിച്ചു നിന്നൊരു കാർമേഘം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കറുത്ത മേഘങ്ങൾ. കാർ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ലേ കാർമേഘങ്ങളെ പറ്റി? അല്ല, കാർമേഘം അതായത് കറുപ്പ്, കറുത്ത നിറം എന്നാണ് മിസ്, അർത്ഥം. ചീർത്തുള്ള മേഘത്തിൽ ചാർത്തു പരന്നപ്പോൾ മാർത്തയുടെ ബിംബം മറഞ്ഞുപോയി. ഇവിടെ വരികളല്ല, ഇതിന് കറുത്ത നിറം എന്ന അർത്ഥത്തിൽ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചത്. മേഘം. മേഘം എന്ന് പറഞ്ഞ കാർമേഘല്ലേ? കാർമേഘം. കാർമേഘം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും കൊടുത്തിട്ട് അല്ലേ? ഇല്ല. കാർക്കാലം. ഓക്കെ, കാർക്കാലം അതാണ് എന്ത്? കറുത്ത കാലം അല്ലേ? ഞാൻ ചുമ്മാ വായിച്ചതാ മിസ്. കണ്ടോ നിങ്ങള് കാർക്കാലം? മിസ്, അതാണ് 6-ാം പേജില് കൊടുത്തിട്ടുള്ളത്. ഏത്? അല്ല, 5-ാം പേജിലുള്ളത് പാർക്കൊരു ഭൂഷണമായി വിളങ്ങുമ്പോൾ നിലയിൽ 2-ാമത്തിൽ കണ്ടോ? കാർക്കാലം, കറുത്ത കാലം, കറുപ്പ് നിറം എന്നാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? 6-ാം പേജിലും ഉണ്ട്. 6-ാം പേജിലും ഉണ്ട്, കുഴപ്പമില്ല, ഏതായാലും മതി കേട്ടോ. കാർക്കാലം തന്നെ കാന്തിയെ കണ്ടിട്ട് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വെള്ളം. വെള്ളത്തിന് എന്താണ്? നമ്മൾ ഇവിടെ മേഘകാന്തി കലർന്നു തുടങ്ങിയത്. വെള്ളത്തിന്റെ അർത്ഥം വരണം. വെള്ളം എന്നുള്ള അർത്ഥം. മഴ. പേമഴ. പേമഴ. പേമഴ എന്ന് പറഞ്ഞാൽ മഴയാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ കട്ടിയേറിയ മഴയാണ് ഉദ്ദേശിക്കുന്നത്. വെള്ളം എന്നുള്ള അർത്ഥത്തിൽ എന്താണ് വരുന്നത്? അംബുജം, അംബുജി എന്നൊക്കെ. അംബുജം എന്ന് പറഞ്ഞ താമര എന്നാണ്. അംബുജാലങ്ങളും. അംബു എന്നാണ് വെള്ളം എന്നുള്ളതിന്റെ അർത്ഥം. അംബുദി എന്ന് പറഞ്ഞ സമുദ്രമാണ്. അപ്പൊ വെള്ളത്തിന്റെ പര്യായത്തോട് അടുത്ത ലൈനിലത്തെ അടുത്ത നമ്മുടെ ഉത്തരം അതാ വരുന്നത്. എന്ത്? വെള്ളത്തിന്റെ പര്യായത്തോട് ദം ഏതാണ്? ഇതാ വെള്ളത്തിന്റെ പര്യായത്തോട് ജ എന്ന് ചേർത്താൽ എന്ത്? താമര എന്നർത്ഥവും. ദി എന്ന് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? താമര എന്നും. ദം എന്ന് ചേർത്താൽ മേഘം എന്നും. ഹി എന്നോ നിധി എന്നോ ചേർത്താൽ സമുദ്രം എന്നും ആണ് അർത്ഥം കിട്ടുക എന്ന് പറഞ്ഞു. അപ്പൊ അംബുദം എന്ന് പറഞ്ഞാൽ മേഘം എന്നാണ് അർത്ഥം. അപ്പൊ അമ്പു എന്ന് പറഞ്ഞാലോ? വെള്ളം. മനസ്സിലായോ? അപ്പൊ വെള്ളത്തിൽ ഉണ്ടാവുന്നതാണ് എന്ത്? താമര അല്ലെ? അംബുധി എന്ന് പറഞ്ഞാൽ സമുദ്രം. ഓക്കെ, അംബുധി പറഞ്ഞ സമുദ്രം, അംബുദം എന്ന് പറഞ്ഞാല് മേഘം, അമ്പു എന്ന് പറഞ്ഞാൽ വെള്ളം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ വെള്ളത്തിന് അമ്പു എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ള അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കാറ്റ്. കാറ്റിന് എന്താണ് അർത്ഥം വരുന്നത്? ഇവിടെ ഒരു പദം വരുന്നുണ്ട്. നോ. വാദം. കണ്ടോ നിങ്ങൾ? വാദം, ശീതം കലർന്നൊരു വാദം. ആ ലൈനിൽ കണ്ട വാദം എന്നാണ് കാറ്റ് എന്ന പദത്തിന് അർത്ഥം വരുന്നത്. വാദമാണ് കാറ്റ് എന്ന അർത്ഥം വരുന്നത്. മനസ്സിലായോ? അപ്പൊ വാദം കാറ്റ്, അല്ലെങ്കിൽ കാറ്റ് അർത്ഥം വാദം. മനസ്സിലായോ? അപ്പം പാൽക്കടൽ മാനിനി മഹാലക്ഷ്മി, കാർ കറുത്ത നിറം, അമ്പു വെള്ളം, വാദം കാറ്റ്. ഓക്കെ, അപ്പൊ വാദം എന്ന് കണ്ടോ നിങ്ങൾ? ഏത് ലൈനിലാന്ന് കണ്ടോ? ശീതം കലർന്നൊരു വാദം വരുന്നേരെന്ന് കണ്ടോ? അതായത് 6, പേജ് നമ്പർ 6 കേട്ടെ. അതാണ് കാറ്റ് എന്ന അർത്ഥം. നെക്സ്റ്റ് ഗോപബാലൻ. നമ്മുടെ ശ്രീദേവ് അതിൽ തന്നെ പോയോ? അങ്ങ് കാണാനേ ഇല്ലല്ലോ. വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ, ശ്രീദേവും ദിയും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഗോപബാലൻ. ആരായി ഗോപബാലൻ? ഗോപം എന്ന് പറഞ്ഞ ഗോപബാലൻ ഗോക്കളെ മേയ്ക്കുന്ന ആളാണല്ലേ? ഗോക്കളെ പരിപാലിക്കുന്നവരാണ് ഗോപബാലൻ അല്ലേ? അപ്പൊ നോ, ശ്രീകൃഷ്ണനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഗോപബാലൻ. അപ്പൊ ഇതാ താഴെ ലാസ്റ്റ് ലൈൻ കണ്ടോ?
ഗോക്കളെ മേച്ചു നൽകാനനം തന്നിലെ വായിക്കുന്ന ലീലകൾ ആണ്ടു നിന്നാൻ. അപ്പൊ ഗോക്കൾ പശുക്കൾ. അപ്പൊ ഗോക്കളെ പരിപാലിക്കുന്ന ആളാണ് ഗോപപാലൻ. അപ്പൊ ശ്രീകൃഷ്ണനാണ് ഇപ്പൊ ഇവിടെ ഗോക്കളെ പരിപാലിക്കുന്നവൻ നിങ്ങൾ എഴുതിയാൽ മതി. ഗോപപാലൻ ഗോക്കളെ പരിപാലിക്കുന്നവൻ, അതായത് സംരക്ഷിക്കുന്നവൻ എന്നാണ്. ഓക്കെ. അപ്പൊ ലാസ്റ്റ് ലൈൻ കണ്ടിട്ടേ, ഗോക്കളെ മേച്ചുനൽ കാനനം, കാനനം കാട്, തന്നിലെ വായിക്കുന്ന ലീല, ലീല കളി, അർത്ഥം. ഇതെല്ലാം പറയുമ്പോ നിങ്ങൾ എവിടെയാ ശ്രദ്ധിച്ചേ മക്കളെ? അപ്പൊ ഗോക്കളെ മേച്ചു നടക്കുന്നവനാണ് ശ്രീകൃഷ്ണൻ. എന്നിട്ട് എന്ത് ചെയ്തു? ലീലകളില് കളികളിൽ ഇങ്ങനെ മുഴുകി നടക്കുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത് അല്ലെ? അടുത്ത ഗോപബാലൻ ഗോക്കളെ പരിപാലിക്കുന്നവൻ. നെക്സ്റ്റ് അരയന്നം. അരയന്നത്തിന് എന്താ മക്കളെ ഇവിടെ തന്നിട്ടുള്ളത്? ഹംസങ്ങൾ. ഓക്കെ, വെരി ഗുഡ്. ഹംസം. ഹംസാണ് അരയന്നം. അരയന്നം ഹംസം. ഹംസങ്ങൾ മെല്ലവേ. കണ്ടോ ഹംസത്തിനാ? ഹംസം അരയന്നം. പിന്നെന്താണ് അടുത്തത്? കളി. എന്താ അർത്ഥം? കളി എന്ന അർത്ഥം വരുന്ന ഏത് പദം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? ഇപ്പൊ മിസ് പറഞ്ഞതേ ഉള്ളൂ. ലീലകളാണ്. ആ, ലീല. ലീല. ലീല അർത്ഥം വരുന്നത് കളി എന്നാണ്. ലീല കളി. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്താണ്? ജയിക്കുക. ജയിക്കുക എന്ന അർത്ഥം വരുന്ന ഏത് പദമാണ് നമ്മുടെ കവിതയിലുള്ളത്? ജയിക്കുക. ഏതാ മക്കളെ? നിങ്ങൾ ഇത്രയും മലയാളത്തിൽ പുറകോട്ടാണ് ഞാൻ ഇന്ന്. ജയിക്കുക എന്താ അർത്ഥം വരുന്നത്? ആ അർത്ഥം വരുന്ന ഒന്ന് ഇതിലുണ്ട്. അല്ലല്ല, വല്ലഭി വല്ലഭൻ. ആ, വല്ലഭി വല്ലഭൻ തന്നുടെ കാന്തിയെ വെല്ലണമെന്നുടൻ ചിന്തിച്ചിട്ടോ. വെല്ലുക ജയിക്കുക. വെല്ലുക ജയിക്കുക. എഴുതിക്കോ. വെല്ലുക എന്നാണ് ആ പദം. വെല്ലുക ജയിക്കുക. അപ്പൊ നമ്മൾ എത്ര പഠിച്ചു? എന്തൊക്കെ പഠിച്ചു? പാൽക്കടൽ മാനിനി മഹാലക്ഷ്മി, കാർ കറുത്ത നിറം, അമ്പു ജലം അല്ലെങ്കിൽ വെള്ളം, വാദം കാറ്റ്, ഗോപപാലൻ ഗോക്കളെ പരിപാലിക്കുന്നവൻ, അരയന്നം ഹംസം, കളി ലീല, ജയിക്കുക വെല്ലുക ജയിക്കുക. ലീല കളി അങ്ങനെ എഴുതുക. അതായത് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ച പദമാണ് ആദ്യം എഴുതേണ്ടത്. എന്നിട്ട് അതിന്റെ അർത്ഥവും മീനിങ്ങും എഴുതുക. ഓക്കെ, ഇത്രയും മീനിങ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പൊ വെല്ലുക ജയിക്കുക എഴുതി വെക്കണേ. അവിടെ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്യണം ഈ പറഞ്ഞ കാര്യങ്ങൾ. നെക്സ്റ്റ് രണ്ടാമത്തത് ഇത് നോട്ടിലേക്ക് എടുത്ത് എഴുതിക്കോട്ടോ, അർത്ഥം എഴുതിയിട്ട്. അല്ല, ഇപ്പൊ എഴുതണം. ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റിൽ എഴുതി വെക്കുക, അടുത്ത നോട്ടിലേക്ക് എഴുതുക. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്നാ നോക്കാം. താമര, അതും കൂടി ഞാൻ ചെയ്തു വരാൻ പറഞ്ഞാണ്. താമര, സമുദ്രം എന്നിവയ്ക്ക് 3 പര്യായം വീതം എഴുതുക. എന്താണ്? വെള്ളത്തിന്റെ പര്യായത്തോട് ജ എന്ന് ചേർത്താൽ താമര എന്നും, അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ അമ്പുതം, ജലജം എന്നൊക്കെ. മനസ്സിലായോ? ജം ചേർക്കുമ്പോ എന്ത് വന്നു? താമര എന്ന് വന്നു. ജലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയില്ല, വെള്ളമല്ലേ ജലം. ആ, ജലജം എന്ത്? താമര. ജലദം എന്ന് പറഞ്ഞാലോ മക്കളെ? അല്ല, ജലധി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമുദ്രം. ജലദം എന്ന് പറഞ്ഞാൽ മേഘം. ഓക്കെ, ക്ലിയർ ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഒന്നുമില്ല. എന്ത്? ജലത്തിനോട് ജം ചേർത്താൽ എന്തായി? ജ ചേർക്കുമ്പോ എന്ത് ചെയ്തു? താമരയായി. അർത്ഥം എന്താണ്? ജലജം എന്ന് പറഞ്ഞാൽ താമര, അംബുജം താമര. ജലധി, ജലധി എന്ന് പറഞ്ഞാൽ സമുദ്രം. അതുപോലെ അംബുദി എന്ന് പറഞ്ഞാൽ സമുദ്രം. ജലധി എന്ന് വെച്ചാ സമുദ്രം. സമുദ്രം. ഓക്കെ, നെക്സ്റ്റ് അംബുദി എന്ന് പറഞ്ഞാലും സമുദ്രം, അല്ലെങ്കിൽ അംബുനിധി എന്നും പറയാം. സമുദ്രം. അതായത് നിധി അല്ലെങ്കിൽ ധി ചേർത്താൽ എന്താവും? സമുദ്രം എന്നർത്ഥം വരും. പിന്നെ വരുന്നത് ഏതാണ്? മേഘം എന്നർത്ഥം വരുന്നത് ജലദം ചേർത്താ മേഘം, അമ്പുദം ചേർത്താലും മേഘം. അതെല്ലാം ദം ചേർക്കുമ്പോൾ മേഘം നിരർത്ഥം വന്നു. കൊണ്ടൽ, ഒരുപാട് കാര്യമുണ്ട്. മേഘത്തിന്റെ പര്യായമൊക്കെ ജലദം, അമ്പുദം, കൊണ്ടൽ. നിങ്ങൾ കൊണ്ടലെല്ലാം പഠിച്ചിട്ടുണ്ടാവും മേഘം എന്നുള്ളതിന്റെ പര്യായം. മേഘം എന്ന് പറഞ്ഞാൽ അറിയില്ല എന്താണെന്ന്? ആകാശത്തില് മഴ വരുമ്പോൾ ഉണ്ടാവുന്ന സാധനം കേട്ടോ. കാർമേഘങ്ങള് അതാണ് കേട്ടോ മേഘം. ഓക്കെ,
അപ്പൊ ഇതിൽ അതാണ് പറയുന്നത് കേട്ടോ. നിങ്ങളത് വായിച്ച ശരിക്കും മനസ്സിലാവും. എന്ത്? വെള്ളത്തിന്റെ പര്യായത്തോട് ജ എന്ന് ചേർത്താൽ താമര എന്നും ദം എന്ന് ചേർത്താൽ മേഘം എന്നും ധി എന്നോ നിധി എന്നോ ചേർത്താൽ സമുദ്രം എന്നും അർത്ഥം കിട്ടും. അപ്പോ നമ്മളോട് എന്താ പറഞ്ഞത്? താമര, സമുദ്രം എന്നിവയ്ക്ക് 3 പര്യായം വീതം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ നിങ്ങള്? ഫെയ്ത്ത് കണ്ടില്ലേ മോനെ? അത് സെക്കൻഡ്, രണ്ടാമത്തത് 6, പേജ് നമ്പർ 6 രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എനിക്ക് തോന്നി നീ ഇങ്ങനെ തപ്പി ശ്രദ്ധിക്കാത്തത്. അപ്പൊ രണ്ടാമത്തെ എനിക്ക് മനസ്സിലായി. താമര, സമുദ്രം എന്നിവയ്ക്ക് 3 പര്യായം എഴുതണം. അപ്പൊ ഞാനിപ്പൊ പറഞ്ഞത് വെച്ച് നിങ്ങൾ ഒരു പര്യായം പറഞ്ഞേ. താമരക്ക് 3 പര്യായം പറഞ്ഞേ. ഞാൻ പറഞ്ഞത് വെച്ചിട്ടോ നിങ്ങളെ അറിവിൽ നിന്നോ എങ്ങനെയായാലും 3 പര്യായം പറഞ്ഞു. എന്റെ മക്കളെ, നമ്മൾ എത്ര കാലമായി താമരനെ കുറിച്ച് പഠിക്കും. അംബുജ. ഓക്കെ, കറക്റ്റ്. അംബുജ എന്ന് പറഞ്ഞാൽ താമര എന്നാണ് അർത്ഥം. എഴുതിക്കോ, പര്യായം എഴുതുക എന്നുള്ളതില്. അപ്പൊ താമര എഴുതേ പര്യായ പദം. എവിടെ? ടെക്സ്റ്റിലൊക്കെ നോട്ട് ചെയ്യും. നോട്ടിൽ നിങ്ങൾ എഴുതുന്നെങ്കിൽ നോട്ടിൽ ഇപ്പൊ എഴുതുന്നോ? എഴുതിക്കോ, പിന്നെ എഴുതലുണ്ടാവില്ല. അപ്പൊ പര്യായം ആദ്യം നിങ്ങളെ പാഠത്തിന്റെ പേര് എഴുതി. എന്താണ്? വർഷകാല വർണ്ണനം. നോട്ട്ബുക്കിൽ എഴുതിക്കോ, വർഷകാല വർണ്ണനം. മിസ് ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതിയാ പോരെ? എഴുതിയാലും മതി. നീറ്റിൽ നിങ്ങൾക്ക് എഴുതാം ക്ലാസ് കഴിഞ്ഞാല്. പക്ഷെ നിങ്ങൾ എഴുതുന്നവർ ഇപ്പൊ എഴുതെങ്കിൽ എഴുതിക്കോ, നോട്ട് ചെയ്തോ. അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ അല്ലെങ്കിൽ ഒരു റഫ് ബുക്കിലോ എഴുതി വെക്കുക. എന്ത്? പര്യായം താമര. താമരക്ക് എന്താ പര്യായം? ജലജം. ഒന്നാമത്തത് ആൻമരിയ പറഞ്ഞു ഒന്ന്, അംബുജം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ എന്താണെന്നറിയോ? ജലജം. പിന്നെ താമരക്ക് എന്താ പര്യായം? താമരക്ക് എന്തെങ്കിലും പര്യായം ഇടുണ്ടോ? ആർക്കറിയാം? താമര. ആൻമരി എവിടെ പോയി? അതിൽ തന്നെ പോയോ? എഴുതി. നിങ്ങൾ അത് എഴുത്, വിട്ടുപോലെ എഴുതി വെക്ക്. എഴുതിയ മക്കളെ? അതെ, താമരക്ക് ജലജം, അംബുജം, ഓക്കെ. രണ്ടെണ്ണം എഴുതിയോ? 3 പര്യായ വിധം ചോദിക്കുന്നുണ്ട്. മൂന്നാമത്തെ എന്തെങ്കിലും അറിയോ എനിക്ക്? താമരക്ക് നളിനം. പഠിച്ചിട്ടില്ലേ? കേട്ടിട്ടില്ലേ? എടി, നളിനം എന്നാൽ നമ്മൾ പഠിച്ചല്ലേ മക്കളെ? നളിനം, താമര. നളിനത്തിന്റെ കണ്ണുകളോട് കൂടിയവൾ ആരോ അവൾ നളിനി, സുന്ദരി എന്നർത്ഥം. മനസ്സിലായോ? അംബുജം, അംബുജാക്ഷി. അംബുജത്തിന്റെ എന്താ അർത്ഥം എന്നറിയോ? അംബുജാക്ഷി. നല്ല എഴുതുന്നില്ലേ പേര് ചിലവര്? അപ്പൊ എങ്ങനെയാന്നറിയോ? അംബുജത്തിന്റെ കണ്ണുകളോട് കൂടിയവൾ ആരോ അവളാണ് ആര്? അംബുജാക്ഷി. അതായത് നളിനം, സുന്ദരിയാണെന്ന് അർത്ഥം. അംബുജം എന്ന് പറഞ്ഞ താമര. താമര എങ്ങനെയാ? സുന്ദരാണോ? താമര സുന്ദരമുള്ള താമര എങ്ങനെയായിരുന്നു? നല്ല ഭംഗിയുള്ള തന്നെയോ? അല്ലേ മക്കളെ? താമര ഭംഗിയുണ്ടോ? യെസ് ഓ നോ? ഓക്കെ. 8ാം ക്ലാസ്സിൽ വരുമ്പോ ഒരു ആക്റ്റീവ് അല്ലാത്ത കുട്ടികൾ, ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ ആ സമയത്ത് പറയും. അവർക്ക് മ്യൂട്ട് അല്ലാത്ത ഒറ്റ പ്രശ്നമേ ഉണ്ടാവുള്ളൂ. അല്ല, അവര് മ്യൂട്ടായ ഒറ്റ പ്രശ്നം ഉണ്ടാവുക. അവരെ മൊത്തം നമ്മൾ മ്യൂട്ടാക്കി പോകും. കാരണം എന്തുകൊണ്ടാണെന്നറിയാം? ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ
സൗണ്ട് വരുന്നോണ്ട് എന്ത് ചെയ്യും, നമ്മൾ മ്യൂട്ടാക്കി വെക്കും. പക്ഷെ അവരിങ്ങനെ വായിട്ടൊരാതെ വിളിച്ച് പറയുന്നുണ്ടാവും അവിടുന്ന്. എന്ത് അപ്പൊ ഇങ്ങനെ പറയും. അങ്ങനെ ഒരാളെ നമുക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റൂ. കാരണം അല്ലെങ്കിൽ ഒരുപാട് അവര് ആവശ്യത്തിനും അനാവശ്യത്തിനും ഇങ്ങനെ അൺമ്യൂട്ട് ചെയ്തോണ്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളിപ്പോ നമ്മൾ അൺമ്യൂട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സ്വന്തം വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ഉത്തരം പറയാം. അപ്പൊ നളിനം എന്ന് പറഞ്ഞാലും താമര എന്നാണ് അർത്ഥം. അപ്പൊ താമരക്ക് 3 പര്യായാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എന്ത് നമ്മൾ എഴുതി? ജലജം, അംബുജം, നളിനം. ഓക്കെ. നെക്സ്റ്റ് സമുദ്രം. സമുദ്രത്തിന് എന്തൊക്കെയാ? സമുദ്രത്തിന് എന്തൊക്കെയായിരുന്നേ? എഴുതിക്കോ. ജലധി, കടൽ, ജലധി, ജലധി, അംബുധി, കുളം, ആഴി. ആഴി എന്ന് പറഞ്ഞാലും സമുദ്രം എന്നാണ് അർത്ഥം. ആഴി, കടൽ. മിസ് ഒന്നുകൂടെ പറയാവോ? ആ, സമുദ്രം എഴുതിയ ഒരു വരി ഇടുക. നമ്മൾ പര്യായ പദങ്ങളാണ് എഴുതുന്നത്. അപ്പൊ ഒരേ അർത്ഥം വരുന്ന വിവിധ വാക്കുകൾ അല്ലേ? മിസ്സേ ആ, എഴുതിക്കോ. ആ, ജലധി പറഞ്ഞ എഴുതിക്കോ. മിസ്, ജലധി. കേൾക്കുന്നില്ലേ? മിസ്സേ സത്യം പറഞ്ഞ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല മിസ്സേ. വേറെ ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? എനിക്ക് മനസ്സിലായി. ഓക്കെ, നമുക്ക് ഫെയ്ത്തിനെ അമേരിക്കയിലാറ്റും കൊണ്ടുവിടാം അല്ലേ? നോ മിസ്, ലിജാസ് കൈ താത്തു ചെയ്തേ. ഇജാസിന് മനസ്സിലായിട്ടില്ല? ഇജാസേ യെസ് എന്നാണ് പറഞ്ഞ. അവൻ എഴുതി കഴിഞ്ഞു. ഇങ്ങനെയായിരുന്നു മിസ്സേ ഫസ്റ്റ് വെച്ചേ. അല്ല, ഇങ്ങനെയാ, കുറച്ച് കൈ ഇങ്ങനെ ചെരിഞ്ഞു പോയതാണ്. ഓക്കെ, അലൻ എഴുതിയോ? ഷോൺ, അലൻ, ആൻമരിയ, ഫെയ്ത്ത്. ഫെയ്ത്ത് എഴുതിയില്ല. ഫെയ്ത്തിന് എഴുതി തരേണ്ടി വരുമോ ഫെയ്ത്തെ? മിസ് ജലധി മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കി 2 കിട്ടിയില്ല. അംബുധി. അംബുധി ആ എഴുതുക. അനുസ്വരം. സ്വരാക്ഷരം ഈ ഫെയ്ത്ത് ഏത് ബുക്കാ എടുത്തിരുമ? 7th സ്റ്റാൻഡേർഡിലെ ബുക്കാണോ മോനെ? 8ലെ തന്നെ. അപ്പൊ അതിൽ നിന്ന് ഓപ്പൺ ആക്ക്. ടെക്സ്റ്റ് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ആൻഡ് പേജ്. ഓക്കെ, ടേക്ക് പേജ് നമ്പർ 6 എടുത്തു. 6ല് ഫസ്റ്റ് ആക്ടിവിറ്റി അല്ല, സെക്കൻഡ് ആക്ടിവിറ്റി എടുത്തോ. ഓ മിസ്സേ, ഞാനില്ലേ പറഞ്ഞോ. ഇപ്പൊ ഫസ്റ്റ് ആക്ടിവിറ്റിയുടെ തൊട്ടിപ്പുറത്തുള്ള തേർഡ് ആക്ടിവിറ്റി ആണെന്ന് വിചാരിച്ചു. അതല്ലല്ല, ഞാൻ സെക്കൻഡ് കുറെ പ്രാവശ്യം പറഞ്ഞു. കണ്ടോ ഇപ്പം? അപ്പൊ ഒന്നാമത്തത് മോനെ എഴുതിയോ മീനിങ്? ഇല്ല. അതുകൂടി ഒന്ന് എഴുതണം കേട്ടാ. ഇനിയിപ്പൊ ഇവരെ എഴുതിയവരോട് ഫസ്റ്റ് ബിറ്റ്. സെക്കൻഡ് ബിറ്റിലാണ് മിസ് പറഞ്ഞപ്പോ മനസ്സിലായിരുന്നു. ഓക്കെ, മീനിങ് അല്ലേ? മീനിങ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് സെക്കൻഡ് ബിറ്റ്, അതില് പര്യായ പദം അതാണ് പറഞ്ഞത്. അതിൽ താമരയുടെ പര്യായ പദം. പറഞ്ഞു. ജലധി, അംബുധി, ആഴി. എനിക്ക് വള്ളി ഇടുക. ആഴി സമുദ്രം അല്ലെങ്കിൽ കടൽ. ഇതെല്ലാം സമുദ്രത്തിന്റെ പര്യായ പദങ്ങളാണ്. സമുദ്രത്തിന്റെ അംബുജിയാണോ അംബുധിയാണോ? അംബുധി. ഞാൻ മറിച്ചിട്ടതാ. പക്ഷെ അതിന് മുമ്പ് ഏതാണ്? പക്ഷെ നമ്മളിപ്പം ജലദം ആണെങ്കിൽ മറ്റേതായാണ്. ഇപ്പൊ നമ്മൾ മേഘത്തിന്റെ എഴുതുന്നില്ല. നമ്മളോട് ചോദിച്ചത് താമരയും സമുദ്രവുമാണ് അല്ലേ? മേഘത്തിന്റെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. പക്ഷെ നമുക്കിപ്പോ ഓൾറെഡി ഇവിടെ പറഞ്ഞെന്താണ്? താമര. നിങ്ങൾ വായിച്ചു നോക്കത്, കാണുന്നില്ലേ? താമര, സമുദ്രം എന്നിവയ്ക്ക് 3 പര്യായം വീതം എഴുതുക എന്നാണ് പറഞ്ഞത് അല്ലേ? വേണമെങ്കിൽ നിങ്ങൾ മേഘത്തിന്റെയും കൂടെ അവിടെ എഴുതി വെച്ചോ. അപ്പൊ ജലധി അത് എഴുതിയോ? സമുദ്രം നേരെ ഹൈഫണിട്ടിട്ട് എഴുതിയോ? എന്ത്? ജലധി, അംബുധി, ആഴി, കടൽ. വേണമെങ്കിൽ ഇഷ്ടംപോലെ ആഴി വരെ എഴുതിയാ 3. പിന്നെ അടുത്തത് മേഘം. മേഘത്തിനും കൂടെ പഠിച്ചോ. മേഘത്തിനത് ജലദം. ഏത് ദാന്നറിയോ? ഇപ്പൊ നിങ്ങൾ എഴുതിയ ദായല്ല, ദീപ എന്നുള്ള ദായില്ലേ? അറിയോ ഏതാണ്? മൂന്നാമത്തെ ദാ. മനസ്സിലായോ മിസ്? ജലദം ആണോ? ജലദം. അത് ഞാൻ മറിച്ചിട്ടതായല്ല, മറ്റേതാ. ദീപം എഴുതുന്നതാ. അതായത് കറക്റ്റ് ജാസ്, അത്. ഓക്കെ.
അപ്പൊ ഇത് ആ ദായാണ് എഴുതേണ്ടത്. ജലദം. പിന്നെ അമ്പുതം എന്ന് എഴുതുമ്പോ ആദാ, അമ്പുതം. ഇപ്പം നമ്മൾ പറഞ്ഞതാ ദീപാന്ന് എഴുതുന്നതാ. അറിയില്ലേ? ഇപ്പൊ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എഴുതി കൊടുക്കേണ്ടി വരും. ഇതാ ഈ ദായാണ് പറഞ്ഞത്. മനസ്സിലായോ? നേരത്തെ ഏത് സമുദ്രം എന്ന് പറഞ്ഞതിന് ഏതാണ്? അമ്പുധം. അതേത്? അമ്പുതി. അമ്പുതി ഇതാണ്. മനസ്സിലായോ? അമ്പുതി എഴുതുമ്പം ഈ ധിയാണ് വേണ്ടത്. പക്ഷെ ജലദം എഴുതുമ്പം ഈ ദായാണ്. കൊണ്ടൽ, മേഘത്തിൻ്റെത് ഇതാണ്. മനസ്സിലായോ? അതാണ് ഞാൻ വ്യത്യാസം പറഞ്ഞത്. അപ്പൊ മേഘം എന്നുള്ളതിന് പര്യായം ജലദം. ജലദം ഇതാണ് മേഘത്തിന്റെ പര്യായം. ജലദം. പിന്നെ അമ്പുതം പറഞ്ഞതാ, എഴുത്തരാ. അമ്പുതം. മിസ് ഇത് സമുദ്രത്തിന്റെ അല്ലേ? അല്ല, ഇത് മേഘത്തിന്റെ. ഞാനിപ്പോ എഴുതുന്നത് അമ്പുതം കൊണ്ടൽ. ഒന്നുകൂടാ കോമ ഇട്ടിട്ട് എഴുതുക. ജലദം എഴുതുക, ഒരു കോമ ഇടുക. ഇതല്ലേ ഇതിൽ പെട്ടതല്ല. നെക്സ്റ്റ് അമ്പുതം എഴുതുക, ഒരു കോമ ഇടുക. പര്യായവത എഴുതുമ്പോ അങ്ങനെ എഴുതുന്നത്. എനിക്ക് കൊണ്ടൽ. ജലദം ഇത് വേണ്ട, ഇത് വേണ്ട കേട്ടോ. ആ കൊണ്ടൽ. ജലദം. ഓക്കെ, കൊണ്ടൽ. ഭൂതം. അടുത്ത് നിങ്ങൾ കൊണ്ടൽ എന്നാണ് അമ്പുതം എഴുതേണ്ടത്. കഴിഞ്ഞിട്ട് കൊണ്ടൽ. അടുത്ത് നിങ്ങൾ കൊണ്ടൽ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ. അടുത്ത് എഴുതണം കൊണ്ടൽ. മൂന്നാമത്തത് കൊണ്ടൽ എഴുതണം കേട്ടോ. ഓ, പിന്നെ വരുന്നത് എന്താണ് അടുത്തത്? അപ്പൊ 3 രണ്ടിനും പര്യായപദങ്ങൾ എഴുതണം. പിന്നെ മൂന്നാമത്തെ ഇനിയാണ് തേർഡ് ബിറ്റ്. മൂന്നാമത്തത് അല്ലേ? മൂന്നാമത്തെ എന്താണ് നോക്കിയേ. ഒന്ന് അവിടെ മാതൃക നോക്കി പൂരിപ്പിക്കുവാന്ന് എഴുതിയിട്ടുണ്ട്. ഫെയ്ത്ത് കണ്ടോ മോനെ? അതില് ഒന്നാമത്തത് മേഘം, കാറ്, അമ്പുതം. മേഘത്തിന്റെ വീണ്ടും പറയുന്നുണ്ടോ നിങ്ങള്? കാറ്, അമ്പുതം, കൊണ്ടൽ. കണ്ടോ? ഈ കൊണ്ടലാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ 3 അവിടെ അത് കൊണ്ടൽ എന്നാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഒന്നാമത്തത് മേഘം, കാറ്, അമ്പുതം, ഡേഷ് ഇട്ടിട്ടുണ്ടാവും. അവിടെ കൊണ്ടൽ എഴുതാം. നെക്സ്റ്റ് രണ്ടാമത്തത് ശോഷിച്ചു, തോഷിച്ചു, പോഷിച്ചു. പിന്നെന്തായിരുന്നേ? അതേപോലത്തെ ഒന്ന് അവിടെ നമ്മള് ആ ഡേഷിലെടുത്ത് എഴുതണം. എന്ത് അറിയോ? ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? പോഷിക്കുക, തോഷിക്കുക, പരിപോഷിക്കുക, അതുപോലെ പറഞ്ഞത് ഏതെങ്കിലും ഉണ്ട്. എന്താണ് വരുക? നമ്മളിപ്പോ മാതൃക നോക്കി പൂരിപ്പിക്കുന്നതിന് ആദ്യത്തെ എന്താ? ഇത് മേഘം, കാറ്, അമ്പുതം, കൊണ്ടൽ എഴുതി. നെക്സ്റ്റ് രണ്ടാമത്തത് ശോഷിച്ചു, തോഷിച്ചു, പോഷിച്ചു, പരിപോഷിച്ചു എന്ന് എഴുതിക്കോ. അടുത്തത് പരിപോഷിച്ചു.
ഒരു സൗണ്ട് വരുന്നല്ലേ. അടുത്ത മൂന്നാമത്തത് ഓക്കെ ശരിയായി. അടുത്ത മൂന്നാമത്തെ പാരിച്ചു നിന്നൊരു പേമഴ തൂകിയിട്ട് പാരിടമെങ്ങുമേ മുങ്ങിക്കൂടി. അതവിടെ അവര് ഫില്ല് ചെയ്തിട്ടുണ്ട്. അടുത്ത ലൈൻ ശ്രദ്ധിക്കണേ. മൂർച്ഛിച്ചു നിന്നൊരു മാമഴ തൂകിയിട്ട് ഏത് ഡേഷ് ഇന്നിടമെങ്ങുമേ മുങ്ങിക്കൂടിനാണ്. അപ്പൊ മേലത്തിലെന്താണ് പാരിടമെങ്ങുന്ന് ചെയ്തു. അപ്പൊ മൂർച്ഛിച്ചു നിന്നൊരു മാമഴ തൂകിയിട്ട് ഡേഷ് കുന്നിടമെങ്ങുമേ മുങ്ങിക്കൂടി. അവിടെ പൂ എന്നാണ് ചേർക്കേണ്ടത്. കണ്ടോ നിങ്ങൾ ഡേഷ്? മൂന്നാമത്തേല് സിമ്പിളാണ്. നിങ്ങൾക്ക് തോന്നിയത് വലിയ എന്തുവാണ്, സിമ്പിളാണ്, ഒന്നുമില്ല. അപ്പൊ ഏതാണ് കണ്ടോ? മൂന്നാമത്തെ വായിച്ചു നോക്ക്. അപ്പൊ മിസ് ആ ഡാഷിന്റെ അവിടെ എന്താ എഴുതണ്ടേ? കുന്നിടം, കുന്നില്ലേ, കുന്ന്, മലകളുടെ അർത്ഥത്തിൽ കുന്ന്. അടുത്ത ഫോർത്ത് താഴെ കൊടുത്തിട്ടുള്ള ഇരടിയിൽ മഴയ്ക്കൊരു വിശേഷം ചേർത്ത് പൂരിപ്പിക്കുക. എന്താണ്? ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരെ എന്താ വരുക? ഡേഷ് മഴയായി പിന്നെ തുരുദൂരെ പൂമഴയായി പിന്നെ പൂമഴയാണ് കേട്ടാ. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുദൂരെ പൂമഴയായി പിന്നെ. അപ്പൊ പൂ എന്നാണ് അവിടെ എഴുതുന്നത്, ആ വിശേഷം എഴുതിയോ? പിന്നെ അടുത്തത് അഞ്ചാമത്തത് ഒന്നുമില്ല, അവിടെ പൂന്ന് എഴുതി വെക്കുകയോ വേണ്ടു. നമ്മൾ പഠിച്ചിട്ടുണ്ടാരേ ചങ്ങമ്പുഴയുടെ ഒരു വരികളാത്. എന്ത്? ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുദൂരെ പൂമഴയായി പിന്നെ തളിരും മലരും തണൽ പണർപ്പും. കേട്ടിട്ടുണ്ടോ? അതിന്റെ ആദ്യത്തിലെന്നാ ഞാനിപ്പോ പാടാം മിസ്സേ. പച്ച അല്ല ആദ്യത്തെ കൊണ്ടിട്ടാണോ ആ മിസ്? അതല്ല 6ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ചങ്ങമ്പുഴയുടെ ഒരു വരികളായത്. അതെ, ഞാനിപ്പം ഗ്രേസിന്റെ ബുക്ക് എടുത്തിരിക്കും, നോക്കുക. മലരണി കാന്തിയിൽ മുങ്ങി മുങ്ങി കവർന്നു മുങ്ങി മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നും ഗ്രാമഭംഗി ഉലകം കുന്നിൻ പുറത്തു നിന്ന്. ഓക്കെ, ആ വരികളാണ് കേട്ടോ. അതിലത്തെ ഒരു വരിയാണ് എന്ത്? ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരെ പൂമഴയായി. ഓക്കെ, ഇനി അഞ്ചാമത്തെ വർക്ക് നോക്കാം നമുക്ക്. മാർത്താണ്ഡ ബിംബത്തെ കവി എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തുന്നത്? എന്തിനോടാണ് മക്കളെ? മാർത്താണ്ഡ ബിംബം ചീർത്തുള്ള മേഘത്തിൻ ചാർത്തു പരന്നപ്പോൾ മാർത്താണ്ഡ ബിംബം മറഞ്ഞുപോയി മായയാൽ മൂടിയ മാനസം തന്നിലെ ജ്ഞാനത്തിനോടാണ് സൂചിപ്പിക്കുന്നത്, അല്ലെ? എന്താണ്? മായയാൽ മൂടിയ മാനസം തന്നിലെ, അതായത് മായ കൊണ്ട് നിറഞ്ഞ, അറിവില്ലായ്മ കൊണ്ട് നിറഞ്ഞ മനസ്സിലത്തെ എന്ത്? അറിവ്, അല്ലെ? വരുന്നത് പോലെയാണ് സൂര്യൻ മറഞ്ഞു പോയത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ജ്ഞാനം നിലയിൽ ടിക്കട് കേൾക്കുന്നില്ലേ ഫേത്തെ? ജ്ഞാനം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ആറാമത്തത്. മഹാലക്ഷ്മിയുടെ കണ്ണിന് ഇമ്പം നൽകുന്ന ശ്രീകൃഷ്ണൻ ഭൂമിക്ക് അലങ്കാരമായി വിളങ്ങുമ്പോൾ മഴക്കാലം വന്നു ചേർന്നു എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുള്ള വരികൾ എടുത്തെഴുതുക. പറഞ്ഞേ, ഒന്ന് വേഗം ഉഷാറായി പറഞ്ഞേ. ഏത് വരിയാണ്? മഹാലക്ഷ്മിയുടെ കണ്ണിന് ഇമ്പം നൽകുന്ന ശ്രീകൃഷ്ണൻ ഭൂമിക്ക് അലങ്കാരമായി. പറഞ്ഞോ. പാൽക്കടൽ മാനി തന്റെ കണ്ണിന് പാൽപൂരം വായുള്ളൊരു ആയർപൈതൽ, അല്ലെ? പാർക്കൊരു ഭൂഷണമായി വിളങ്ങുമ്പോൾ, അതായത് പാരിനൊരു അലങ്കാരമായി വിളങ്ങുമ്പോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പാൽക്കടൽ മാനിനി തന്നെ കണ്ണിന് പാൽക്കുഴമ്പായുള്ള ഒരായർപൈതൽ പാർക്കൊരു ഭൂഷണമായി വിളങ്ങുമ്പോൾ കാർക്കാലം പോന്നിങ്ങു വന്നുതായി. ആ 4 ലൈൻസ് ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എന്താണ്? മഴയെ കുറിച്ച് 5 കവികൾ എഴുതിയിട്ടുള്ള കവിതകൾ താഴെ കൊടുക്കുന്നു. അവ വായിച്ച് നിങ്ങൾ സ്വന്തമായി ഒരു കവിത എഴുതിയുണ്ടാക്കുക.
ഓക്കെ, നിങ്ങൾക്കുള്ള വർക്കാണ്. നാളെ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ചെയ്യാതെ ഒരാള് വരണം. ഇജാസ് വരണം. എന്തൊരു കഷ്ടപ്പാടാണ് മിസ് ചെയ്തുള്ളത്. കഴിഞ്ഞ ദിവസം ഹന്ന റൂസ് എനിക്ക് നല്ലൊരു കവിത എഴുതിയിട്ട് അയച്ചിരുന്നു. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അവണെങ്കിൽ സൂപ്പർ കവിത. ഇതുപോലെ അവളെ ഒറ്റയ്ക്ക് എഴുതണോ? ആ, ഈ 5 കവിതകൾ വായിക്കണം. 5 കവികൾ എഴുതിയിട്ടുള്ള കവിതകളാണ് 1 2 3 4 5 എന്ന് കൊടുത്തിട്ടുണ്ട്. ആ 5 കവിതകൾ വായിച്ചിട്ട് നിങ്ങൾ ഒരു കവിത ഉണ്ടാക്കണം. ചിലപ്പോൾ നിങ്ങളായിരിക്കും നാളത്തെ വലിയ കവിയും കവിയത്രിയും, പറയാൻ പറ്റില്ല അല്ലേ? ഓക്കെ, പണ്ട് എഡിസൺ തോമസ് ആൽവ എഡിസന്റെ കാര്യം പറഞ്ഞ പോലെ അല്ലേ, ആ ടീച്ചർ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ആ കുട്ടിയാണ് നാളത്തെ വലിയ കണ്ടുപിടുത്തം ചെയ്യുന്ന ആളെന്ന്. ഞാൻ പണ്ട് കഥ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്, തോമസ് ആൽവ എഡിസൺ. പഠിച്ചിട്ടുണ്ട്. ആ, അപ്പൊ ആ ടീച്ചർ വിചാരിച്ചിട്ട് അവന് വെറും ഒന്നിനും കൊള്ളാത്ത കുട്ടിയാന്നാ വിചാരിച്ചത് അല്ലേ? പക്ഷെ ഞാൻ അങ്ങനെയല്ല കരുതുന്നത് നിങ്ങളെ പറ്റി. നിങ്ങള് വളരെ കഴിവുള്ള ആളാണ്. ചിലപ്പോ നാളത്തെ വലിയ ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഈ 5 കവിതകൾ വായിച്ചിട്ട് മക്കൾ എന്ത് ചെയ്യണം? ഒരു കവിത എഴുതണം. പിന്നെ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കവിതയും കൂടെ കൂട്ടി ആ കൂട്ടിയതല്ല, അതിനെല്ലാം കിട്ടുന്ന ആശയം. ഓക്കെ, ഞാനിത് വായിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ സമയം കഴിഞ്ഞു. ഫസ്റ്റ് ഇനി 1 മിനിറ്റേ ഉള്ളൂ. ആദ്യത്തെ ഇതും കൊണ്ട് നമ്മൾ കുറെ സമയങ്ങൾ കളിച്ചു പോയി. ഒരു പീരീഡ് കഴിഞ്ഞിട്ട് നമ്മളെ ആക്ടിവിറ്റീസ് കഴിഞ്ഞില്ല. കാരണം 8ാം ക്ലാസ്സിന് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പറഞ്ഞോ അലൻ? അലനെ എന്നാ ബൈ പറഞ്ഞാണോ അലൻ? അതൊന്നും അല്ല മിസ്, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഹോംവർക്ക് മിസ്. ഹോംവർക്ക് ഉണ്ടാ? അപ്പൊ അതൊന്നും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിയിൽ ഇതൊന്ന് വായിക്കാൻ എത്ര പോരെ സമയം വേണം? ഒരു 10 മിനിറ്റ് വേണം. അധികമാവുന്നുണ്ടോ നിങ്ങൾക്ക് ഹോംവർക്കുകള്? എന്താ ഫെയ്ത്ത്? എന്നാ ഫെയ്ത്തിന് പപ്പയോടൊന്ന് പറഞ്ഞാ പോരെ കുറച്ച് കുറക്കാൻ അല്ലേ?